എല്ലാവർക്കും നമസ്കാരം. ഡെയിലി 10 പാർട്ട് 9ലേക്ക് സ്വാഗതം. സെറ്റ് നെറ്റ് എക്സാമിന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചോദ്യം എങ്ങനെയായിരിക്കുന്നോ, ആരുടെയെങ്കിലും അഭിപ്രായം തന്നിട്ട് ഇത് ആര് എപ്പോൾ എന്തിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ള ചോദ്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ പാർട്ടിൽ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം: നളിനി ഒരു മനോഹര കാവ്യശില്പമാണ്. അതിന് കുമാരസംഭവത്തോടുള്ള ചാർച്ച ചിന്തനീയമാണ്. ഈ അഭിപ്രായം പറഞ്ഞത് ആരാണ്? നിത്യചൈതന്യയതി അദ്ദേഹത്തിൻ്റെ നളിനി എന്ന കാവ്യശില്പം എന്ന കൃതിയിലൂടെ പറഞ്ഞ അഭിപ്രായമാണിത്. കഥ പറഞ്ഞു വലിയ കഥയായി മാറിയ ഒരാൾ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചത് ആരെ? MT വാസുദേവൻ നായർ. ഒരു നെല്ല് മുളച്ചിടത്ത് 2 നെല്ല് മുളപ്പിക്കുവാൻ കഴിവുള്ളവൻ നല്ല കൃഷിക്കാരനാകാം, പക്ഷേ ഒരു പദം വേണ്ടിടത്ത് 2 പദം പ്രയോഗിക്കുന്നവൻ നല്ല കവിയല്ല എന്ന് പ്രസ്താവിച്ചത് ആര്? MP ശങ്കുണ്ണി നായർ. അടുത്ത ചോദ്യം: മനോഹരമായ വർണ്ണനകൾ തൂക്കിയിടുവാനുള്ള അയക്കോൽ മാത്രമാണ് ചമ്പുവിൻ്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞതാര്? P ശങ്കരൻ നമ്പ്യാർ. കിളിപ്പാട്ടിലെ ഭാഷ ഒരെടുത്തുചാട്ടമല്ല എന്ന് പറഞ്ഞത് KN എഴുത്തച്ഛൻ. ഇങ്ങനെ സംസ്കാരദൂഷകരായ ആ കവിപരീക്ഷകളുടെ മുന്നിൽ ഭാരതവും രാമായണവും ചുട്ടുകളയണമെന്ന് ആർത്തു നടക്കുന്ന ആ വിപ്ലവകാരികൾ എത്ര നിസാരന്മാർ, എത്ര നിരുപദ്രവികൾ! ഇങ്ങനെ എഴുത്തച്ഛനെയും കുഞ്ചൻ നമ്പ്യാരെയും വിമർശിച്ചത് ആരാണ്? കുട്ടിക്കൃഷ്ണമാരാർ നമ്മുടെ സംസ്കാരലോപം എന്ന കൃതിയിൽ. ഉണ്ണായി വാര്യരുടെ കയ്യിൽ കിട്ടേണ്ട താമസം കഥകളി ഒന്നാന്തരം ഒരു നാടകമാവുക തന്നെ ചെയ്തു. നളചരിതം കഥകളിയെ കേരളത്തിൻ്റെ ശാകുന്തളം എന്ന് വിളിച്ചാൽ പോലും അധികമാവുകയില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ജോസഫ് മുണ്ടശ്ശേരി. രാമചരിതം ഒരു തമിഴ് കൃതിയാണെന്നും അതിനെ മലയാളം എന്ന് വ്യവഹരിക്കുന്നത് ശരിയല്ലെന്നും പറഞ്ഞത് ആരൊക്കെ? KG ശേഷയ്യരും TA ഗോപിനാഥറാവുവും. നിരൂപകൻ ഒരു അമ്പയറാണ്. ഇടയ്ക്കിടെ അയാൾ ഫൗൾ എന്ന് വിളിച്ചു പറയും. ഈ പ്രസ്താവം ആരുടേത്? S ഗുപ്തൻ നായർ. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കേ ശരണം എന്ന് എഴുതിയത് ആര്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരളം എന്ന അപൂർണ മഹാകാവ്യത്തിൽ. വഴിവാണിഭക്കാരുടെ ഗോഗോ വിളി പോലെയാണ് CV-യുടെ ഭാഷ. ഇത് ആരുടെ വാക്കാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേത്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ കഴിയുന്നു. നാളെ വീണ്ടും കാണാം. ബൈ.